നമസ്കാരം. ഏവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ഫലങ്ങളും കടന്നു വരിക. എന്നാൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ചില സൗഭാഗ്യങ്ങൾ, ശുഭകരമായ ഫലങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും തട്ടിത്തെറിച്ച് പോകുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നിരിക്കുന്ന സൂര്യചക്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം സൂര്യായ നമഃ എന്ന മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഏവരും സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നമ്പറുകളിൽ ഒരു നമ്പർ ഇപ്പോൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ നമ്പറായ 0 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ ദുഃഖങ്ങൾ പല രീതിയിലും കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഇത് കർമ്മഫലത്താലും വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങളാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിൽ പലതും മറികടന്ന് നിൽക്കുവാൻ സാധിക്കുന്നത് ഈശ്വര കടാക്ഷത്താലാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നേതൃസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ആദരവ് ലഭിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ സാമ്പത്തികപരമായ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ അതിൽ ധനവുമായി ബന്ധപ്പെട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. എന്നാൽ ഈശ്വരാരാധനയാൽ ഈശ്വര ചൈതന്യം നിങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എപ്പോഴും ചെറുതും വലുതുമായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരത്തിലുള്ള സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വരാധീനത്താലാണ് അവ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതിനാൽ തന്നെ ഈശ്വരനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും അത് തരണം ചെയ്ത് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും അധ്വാനിച്ച പണത്തേക്കാൾ ഭാഗ്യത്താൽ ജീവിതത്തിലേക്ക് പണം ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിലെ ആദ്യ സമയങ്ങളിൽ വളരെയധികം കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിൽ കടന്നു വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അത് ധനപരമായി മാത്രമല്ല, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, മനക്ലേശങ്ങൾ, സമാധാനമില്ലാത്തതായ അവസ്ഥ, ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് ധനപരമായ നേട്ടങ്ങളും സന്തോഷവും കടന്നു വരും എന്ന് തന്നെ പറയാം. ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിനുള്ള പരിസമാപ്തി ആവാറായി. തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. നിത്യവും ഓം സൂര്യായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ തിരിച്ചടി ലഭിച്ചിട്ടുള്ള അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും കഴിയുന്നത്ര സഹായം
മറ്റുള്ളവർക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളിലും പങ്കുചേരുന്നവരുമാണ് നിങ്ങൾ. കുടുംബത്തിൽ കലഹങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ തീർച്ചയായും സൂര്യദേവനെയും ഇഷ്ടദേവതയെയും ആരാധിക്കുന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കലയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും, ശോഭിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ശത്രുക്കൾ എത്ര മോശമായ രീതിയിൽ പെരുമാറിയാലും നിങ്ങൾക്ക് അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. സൂര്യദേവനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ഉത്കണ്ഠ ഉള്ളവരാണ് നിങ്ങൾ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എപ്പോഴും മനക്ലേശങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. അത് സ്വന്തം ആരോഗ്യം എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതല്ല. മറ്റുള്ളവരുടെ ആരോഗ്യ കാര്യത്തിലും വേണ്ടപ്പെട്ടവരുടെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റു വ്യക്തികളുടെയും ആരോഗ്യ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഉത്കണ്ഠകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പോസിറ്റീവായ ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ അതേപോലെ തന്നെ ദോഷഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. ധനപരമായ പല രീതിയിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരാം. അതിനുശേഷം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇരിക്കരുത്. നിങ്ങൾക്ക് ഉയർച്ചകൾ വന്നു ചേരും. കലഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനക്ലേശങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. സാമ്പത്തികപരമായ ക്ലേശത്തെക്കാൾ മാനസികപരമായ ക്ലേശങ്ങൾ അലട്ടുന്നു എന്നതാണ് വാസ്തവം. മനസ്സിലേക്ക് അഗാധമായ ദുഃഖങ്ങൾ നൽകുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങൾ മറന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ, സൂര്യദേവന്റെ കടാക്ഷത്താൽ വ്യത്യാസങ്ങൾ വന്നു ചേരും. ഇവർ എവിടെ ചെന്നാലും അവിടെ ഇരിക്കുന്നിടത്ത് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിന് ഇവർക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ഇവരെക്കാൾ മറ്റുള്ളവർക്ക് വളരെയധികം നേട്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവരെക്കാൾ മറ്റുള്ളവർ ഇവരെ വെച്ച് പല നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുള്ളവരാണ് എന്ന് തന്നെ പറയാം. പലർക്കും വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അതിൻ്റെ നന്ദി മറ്റുള്ളവർക്കില്ല എന്നതും വാസ്തവമാണ്. വിദേശയോഗം നിങ്ങൾക്കുണ്ട്. വിദേശത്ത് വസിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ അഥവാ വർദ്ധിപ്പിച്ചിരിക്കുന്നതായ വ്യക്തികളാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കർമ്മരംഗത്ത് തടസ്സങ്ങളുണ്ട്. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായും സൂര്യദേവനെ ഓം സൂര്യായ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നതും ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കുള്ള ആദ്യ ചവിട്ടുപടിയായി മാറും എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന ചിന്ത മനസ്സിൽ ആദ്യം കൊണ്ടുവരിക. തീർച്ചയായും നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുന്നവർ തന്നെയാണ്. രണ്ടാമത്തെ നമ്പറാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ദേവചൈതന്യം ഉള്ളവരാണ് നിങ്ങൾ. ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ദൈവികമായ കാര്യങ്ങൾ അനുഭവപ്പെടുന്നവരും പല രീതിയിലുള്ള ചിന്തകൾ വന്ന് ചേരുന്നവരുമാണ് നിങ്ങൾ. ഈശ്വര കടാക്ഷത്താൽ പല അപകടങ്ങളിൽ നിന്നും പല ദുരിതപൂർണമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായ അവസ്ഥയുണ്ട്. ചില വിഷമങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അത് കലഹങ്ങളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളാകാം. എന്നാൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ പുറമേ കാണിക്കുന്ന പല കാര്യങ്ങളും പല സന്തോഷങ്ങളും
നിങ്ങളുടെ സന്തോഷകരമായ ആ നിമിഷങ്ങളും വ്യാജമാണ് എന്ന് തന്നെ പറയാം. ഉള്ളിൽ പല രീതിയിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് പുറമേ കാണിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യങ്ങൾ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വർദ്ധിക്കും, മനോബലം വർദ്ധിക്കും. അതിനാൽ തന്നെ പല കാര്യങ്ങളെയും തരണം ചെയ്ത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തി സാക്ഷാൽ സൂര്യഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. ഓം സൂര്യായ നമഃ എന്ന മന്ത്രം നിത്യവും 108 തവണ ജപിക്കുവാൻ മറക്കാതിരിക്കുക. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വർദ്ധിക്കുക തന്നെ ചെയ്യും. ഭാഗ്യസമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകടമായി തന്നെ തുടങ്ങും. ആർക്കും ഇവരെ തോൽപ്പിക്കുവാൻ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരം നിങ്ങളായി തന്നെ നൽകില്ല എന്ന കാര്യം ഓർക്കുക. അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാകുന്നു. അതിനാൽ എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബുദ്ധി നിങ്ങൾക്ക് വർദ്ധിക്കും. ഇവരുടെ ബുദ്ധി വൈഭവത്താൽ തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുന്നവരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് നൽകുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. സൂര്യഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. പുതിയ വീട് തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വേഗം നടന്ന് കിട്ടുവാൻ സഹായകരമായ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പങ്കാളിയുടെ സാന്നിധ്യത്താൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യത്താൽ, അത് കുടുംബത്തിലെ ഒരു അംഗമാകാം, സുഹൃത്താകാം, പങ്കാളിയാകാം, അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ധൈര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. അവർ ഉണ്ട് എന്ന ധൈര്യം നിങ്ങളിൽ വളരെയധികം ക്രമാതീതമായി വർദ്ധിക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ അഥവാ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും സൂര്യദേവന്റെ കടാക്ഷം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. 41 ദിവസങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായും അനുകൂലമാകുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി തന്നെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ ഈ സമയങ്ങളിൽ കൂടുതലാകുന്നു. ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ പല പ്രതിസന്ധികളെയും ശത്രുക്കളെയും തരണം ചെയ്യുവാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ ദേവിയെ ആരാധിക്കുകയും പ്രത്യേകിച്ചും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും അനുകൂലമായ കാര്യങ്ങൾ തന്നെയാകുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഒരു കാര്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചതായ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പ്രാർത്ഥന കേൾക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദിവസവും നിങ്ങൾ ദേവിയെ ആരാധിക്കുക.
തീർച്ചയായും 100% നടന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ 90% കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് സുഹൃത്ത്, ഗുരു, പങ്കാളി, ഇത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും കടന്നു വരിക. അങ്ങനെയുള്ള സാഹചര്യങ്ങളും കടന്നു വരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകാം. ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുവാനും സഹായത്താൽ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പലരെയും സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ അനുഭവിക്കുന്നതായ മാനസികപരമായ പ്രശ്നങ്ങൾ അമ്മയെ ആരാധിക്കുന്നതിലൂടെ തന്നെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന പ്രത്യേകതയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് വന്നു ചേരുക. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏറ്റവും അധികം സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഇവർ എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ മൂലം പല വ്യക്തികളും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, രക്ഷ നേടുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ ഉയർച്ച നൽകുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾക്ക്, പല രീതിയിലുള്ള കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ അവ വഴിമാറിപ്പോകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെയും സൂര്യഭഗവാനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ദാമ്പത്യ ജീവിതത്തിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിക്കുന്ന യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏത് കാര്യവും നിയന്ത്രിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മനക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയമാണ്. സ്ഥാനോന്നതി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിലും നവീകരണം കൊണ്ടുവരുവാനും മനസ്സിലെ പല ചിന്താഗതികളും മാറ്റി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. അത് ഉയർച്ച നൽകുക തന്നെ ചെയ്യും. ഭാവിയുമായി ബന്ധപ്പെട്ട് പുതിയ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റുള്ളവരെ അസൂയപ്പെടുത്തും വിധം പല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും.